ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. തൻ്റെ പ്ലാനെല്ലാം അർച്ചനയോട് പറയുകയാണ് നന്ദൻ. എന്താണെങ്കിലും അനൂപ് പ്രതിയാകാതെ നമ്മൾ നോക്കണം. നമുക്കറിയാലോ അനൂപ് കുറ്റമൊന്നും ചെയ്തിട്ടില്ലെന്ന്. പിന്നെ ഇതിൻ്റെയൊക്കെ പിന്നിൽ അവന്തികയാണെങ്കിൽ ഞാൻ അർച്ചനയ്ക്ക് വാക്ക് തരികയാണ്. പിന്നെ അവന്തിക ഈ വീട്ടിൽ ഉണ്ടാകില്ല. ഈ ഒരു കാരണത്തിന്റെ പേരിൽ ഞാൻ അവളെ ഇവിടെ നിന്ന് അടിച്ചിറക്കിയിരിക്കുമെന്നും നന്ദൻ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് സേതുവിനെയാണ്. ഫണ്ടൊന്നും കമ്പനിയിൽ എത്തിച്ചേർന്നിട്ടില്ലെന്ന് പറഞ്ഞ് ഓരോ കമ്പനിയിലെ ആളുകൾ സേതുവിനെ വിളിക്കുകയാണ്. അതേസമയം അച്ഛൻ മരുന്നൊന്നും കഴിച്ചില്ലല്ലോ എന്ന് ചോദിച്ചുകൊണ്ട് അവന്തിക അങ്ങോട്ടേക്ക് വരുമ്പോൾ സേതു പറയുകയാണ്, മരുന്നും ഗുളികയുമൊക്കെ പിന്നെ ആദ്യം ഞാൻ എൻ്റെ മക്കളെ ഒന്ന് കാണട്ടെ. തുടർന്ന് സേതു നന്ദനെ വിളിച്ചു ചോദിക്കുകയാണ്, നന്ദ, ഇന്നല്ലായിരുന്നോ പല പല കമ്പനികളിലേക്കായിട്ട് ഫണ്ട് അയക്കേണ്ട ദിവസം? എന്നിട്ട് ഫണ്ട് അയച്ചോ? അച്ഛാ, ഞാനതിനിന്ന് ഓഫീസിൽ പോയില്ലല്ലോ. പക്ഷേ അയക്കാനുള്ള ഏർപ്പാടെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സച്ചിയാണ് ഞാനത് ഏൽപ്പിച്ചത്. എന്താ അച്ഛാ, എന്താ പ്രശ്നമെന്ന് നന്ദൻ ചോദിക്കുമ്പോൾ, എന്നാലേ ആ പണമൊന്നും അവിടെ എത്തിയിട്ടില്ലെന്നും എല്ലാവരും എന്നെ വിളിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുകയാണെന്നും സേതു പറയുന്നു. അതേസമയം സച്ചി അങ്ങോട്ടേക്ക് വരുമ്പോൾ നന്ദൻ ചോദിക്കുകയാണ്, എടാ, ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ഫണ്ടെല്ലാം ഇന്ന് ക്ലിയർ ചെയ്യണമെന്ന്. എന്നിട്ട് നീ എന്താ ഒന്നും ചെയ്യാതിരുന്നത്? ഞാനതിന് ഫണ്ടെല്ലാം ട്രാൻസ്ഫർ ചെയ്തല്ലോ എന്ന് സച്ചി പറയുമ്പോൾ സേതു പറയുകയാണ്, നന്ദ, നമ്മുടെ കോയമ്പത്തൂരിലെ ഓഫീസിലെ മാനേജറിനെ വിളിച്ച് നീ ചോദിക്ക് അവിടെ ഫണ്ട് എത്തിയോ എന്ന്. അവിടെയും ഫണ്ട് എത്തിയിട്ടില്ലെന്ന് അവർ പറയുമ്പോൾ നന്ദൻ സച്ചിയോട് ചോദിക്കുകയാണ്, എടാ, നീയല്ലേ പറഞ്ഞത് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തെന്ന്? ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അനൂപേട്ടനോട് ഞാനത് ബാങ്കിലിടാനും പറഞ്ഞതാണല്ലോ. എത്ര രൂപയുണ്ടായിരുന്നെന്ന് സേതു ചോദിക്കുമ്പോൾ 40 ലക്ഷം രൂപയെന്ന് സച്ചി പറയുന്നു. ഇത് കേൾക്കുന്ന അവന്തിക ഞെട്ടലോടെ നിൽക്കുകയാണ്. വായി നോക്കി നിൽക്കാതെ അയാളെ വിളിച്ചു ചോദിക്ക്, പൈസ എങ്ങനെ ആവിയായി പോയോന്ന്. തുടർന്ന് സച്ചി അനൂപിന്റെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ടെങ്കിലും കോള് കിട്ടുന്നില്ല. പരിധിക്ക് പുറത്താന്നാ പറയുന്നത് എന്ന് സന്ദീപ് പറയുമ്പോൾ അയാൾ പണ്ടേ പരിധിക്ക് പുറത്താ, ഇപ്പോതേ നമ്മുടെ 40 ലക്ഷം കൊണ്ടാ പോയിരിക്കുന്നതെന്നും അവന്തിക പറയുന്നു. ഞാൻ ഇന്ന് രാവിലെ ഇതിനെക്കുറിച്ച് എല്ലാവരോടും പറഞ്ഞതല്ലേ. ഓഫീസിലെ 1 കോടി രൂപയും അനൂപ് തന്നെയായിരിക്കും തിരിമറി ചെയ്തത്. അപ്പോ നിങ്ങളാരും എന്നെ വിശ്വസിച്ചില്ല. എന്താ ഇപ്പോ ആർക്കും ഒന്നും പറയാനില്ലേ? അതോ അനൂപായതുകൊണ്ട് പോട്ടെ എന്ന് വെക്കാം എന്നാണോ? എന്നാലേ നിങ്ങൾക്കാർക്കും കുഴപ്പമില്ലെങ്കിലും എനിക്ക് കുഴപ്പമുണ്ട്. ഈ 1.5 കോടിയില് ഞാനും ഒരു അവകാശി തന്നെയാ. ഏട്ടത്തി, ഇങ്ങനെ കാട് കയറി സംസാരിക്കണ്ട. ഏട്ടൻ എന്തെങ്കിലും അബദ്ധം പറ്റിയതായിരിക്കുമെന്ന് ആതിര പറയുന്നു. നിന്റെ ഏട്ടന് എന്തെങ്കിലും പറ്റിയാൽ അബദ്ധമോ? നീ തന്നെ വിളിച്ചു ചോദിക്കുക നിന്റെ ഏട്ടനോട് എന്തു പറ്റിയതാണെന്ന്. തുടർന്ന് ആതിര വീട്ടിൽ വിളിച്ചു ചോദിക്കുമ്പോൾ അനൂപ് വീട്ടിലെത്തിയിട്ടില്ലെന്ന് കമല പറയുന്നു. ഇതൊക്കെ കേൾക്കുന്ന അവന്തിക പറയുകയാണ്, ഇപ്പൊ തന്നെ പോലീസിനെ അറിയിക്കണം. അതൊക്കെ നിൽക്കട്ടെ, ആദ്യം എന്താ നടന്നതെന്ന് ഞാനൊന്ന് അറിയട്ടെ എന്ന് സേതു പറയുന്നു. അപ്പോൾ തന്നെയാണ് അർച്ചനയും സ്നേഹയും കൂടി താഴേക്ക് വരുന്നത്. അർച്ചനെ അനൂപ് വിളിച്ചിരുന്നോ എന്ന് നന്ദൻ ചോദിക്കുമ്പോൾ, ഇല്ല നന്ദേട്ടാ, എന്തു പറ്റിയെന്ന് അർച്ചന ചോദിക്കുന്നു. ഞാൻ തന്നെ കാര്യം പറയാം. 40 ലക്ഷം രൂപയും കൊണ്ട് ബാങ്കിലേക്ക് പോയ നിന്റെ അനൂപേട്ടനെ കാണാനില്ലെന്ന്. പൈസയും കൊണ്ട് മുങ്ങിയതാണെന്നാ പറയുന്നത്. ഞങ്ങള് പോലീസിനെ വിളിക്കാൻ പോവുകയാണെന്നും അവന്തിക പറയുമ്പോൾ ഇതൊക്കെ കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് അർച്ചന. തുടർന്ന് അർച്ചന പറയുകയാണ്, അയ്യോ, ഇന്ന് ബാങ്കിലേക്ക് ഇടാൻ കൊണ്ടുപോയ 40 ലക്ഷത്തിന്റെ കാര്യമാണോ ഏട്ടത്തി പറയുന്നത്? എന്നാലേ അതിലൊരു പൈസ പോലും കുറയാതെ എന്റെ കയ്യിലുണ്ട്. ദേ, സ്നേഹയോട് ഞാനിപ്പോ അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേടി എന്ന് ചോദിക്കുമ്പോൾ സ്നേഹ അതെ എന്ന് പറയുന്നു. നിന്റെ കയ്യിലോ? ബാങ്കിലിടാൻ അനൂപ് കൊണ്ടുപോയ പൈസ നിന്റെ കയ്യിൽ എങ്ങനെ വന്നെന്ന് അവന്തിക ചോദിക്കുന്നു. അത് പിന്നെ അമ്മയ്ക്ക് ചെറിയൊരു നെഞ്ചുവേദന. അനൂപേട്ടന് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട വന്നു. അതുകൊണ്ട് അനൂപേട്ടൻ അതെന്നെയായി ഏൽപ്പിച്ചത്. പിന്നെ ഞാൻ റെഡിയായി വന്നപ്പോഴേക്കും ബാങ്കിന്റെ സമയം കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് നാളെ കൊണ്ട് അടയ്ക്കാമെന്ന് ഞാനാ കരുതിയത്. ഇത് ഇത്രയും വലിയ പ്രശ്നമാകുമെന്ന് എനിക്കറിയില്ലായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ നേരത്തെ എല്ലാവരോടും പറഞ്ഞേനെയെന്നും അർച്ചന പറയുമ്പോൾ ഇതൊക്കെ കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് അവന്തിക. പ്രശ്നമായതല്ലോ, ആക്കിയതല്ലേ എന്ന് നന്ദൻ പറയുമ്പോൾ അല്ലെങ്കിലും ഈ ഏട്ടത്തിക്കുള്ളതാണെന്ന് അർച്ചന പറയുന്നു. കാള പെട്ടെന്ന് കേൾക്കുമ്പോഴേ കയറെടുക്കരുതെന്ന് ഏട്ടത്തിയോട് ഞാൻ എപ്പോഴും പറയുന്നതല്ലേ. നിങ്ങൾ ആരും എന്താണെങ്കിലും ടെൻഷൻ ആകേണ്ട. നാളെ തന്നെ ഞാൻ ചെന്ന് എല്ലാ ബ്രാഞ്ചിലേക്കും പൈസ ട്രാൻസ്ഫർ ചെയ്തോളാം. തുടർന്ന് സേതു പറയുകയാണ്, ഇപ്പോഴാവുന്ന സമാധാനമായത്. അത് പക്ഷേ അനൂപ് പണം കൊണ്ടുപോയി എന്നുള്ള കാര്യം ഓർത്തല്ല, എന്തു പറ്റി എന്നുള്ള കാര്യം ആലോചിച്ചിട്ടായിരുന്നു. തുടർന്ന് സേതു പറയുകയാണ്, അവധിയെ, നിന്റെ വാക്ക് കേട്ട് ഇപ്പോ പോലീസിനെ വിളിച്ചെങ്കിലോ? എനിക്ക് അർച്ചനമോള് പറഞ്ഞത് തന്നെയാ നിന്നോട് പറയാനുള്ളത്. ആരെങ്കിലും എന്തെങ്കിലും ചെയ്തെന്ന് കരുതി നിന്റെ ഊഹാപോഹങ്ങളും കൊണ്ട് ഇനി ഇങ്ങോട്ടേക്ക് വരരുത്. സച്ചി നാളെ പൈസ ട്രാൻസ്ഫർ ആകുമെന്ന് എല്ലാവരും വിളിച്ചു പറഞ്ഞേക്കാനും സേതു പറയുന്നു. തുടർന്ന് അർച്ചന ചെന്ന് ആതിരോട് പറയുകയാണ്, വല്ലവരും എന്തെങ്കിലും പറഞ്ഞെന്ന് കരുതി നീ എന്തിനാ ഇങ്ങനെ വിഷമിച്ചു നിൽക്കുന്നത്? നമുക്ക് നമ്മുടെ ഏട്ടനെ അറിയാമല്ലോ. പിന്നെ പറഞ്ഞവരോടൊക്കെ തിരിച്ചു പറയാൻ 4-5 വർത്തമാനം ഓർത്തു വെച്ചോ. അതിനുള്ളൊരവസരം നിന്റെ ചേച്ചി നിനക്ക് ഉടനെ തന്നെ ഉണ്ടാക്കി തരുന്നുണ്ടെന്നും
അർച്ചന പറയുമ്പോൾ അവിടുന്ന് ദേഷ്യത്തോടെ അവന്തിക പോകുന്നു. തുടർന്ന് അടുക്കളയിലേക്ക് ചെല്ലുന്ന അവന്തിക തന്റെ ഗുണ്ടകളെ വിളിച്ച് പണം കയ്യിലുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. ഞങ്ങളുടെ കയ്യിൽ പണമുണ്ടെന്നും മേഡത്തിന് വേണോ എന്നും അവർ ചോദിക്കുമ്പോൾ ഇതെല്ലാം കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് അർച്ചന. കോള് കട്ട് ചെയ്തതിനു ശേഷം അവന്തിക പറയുകയാണ്, അപ്പൊ പിന്നെ അർച്ചനയുടെ കയ്യിലുള്ള പണം ഏതായിരിക്കും? പിന്നീട് കാണിക്കുന്നത് ആതിരയും അർച്ചനയുമാണ്. അർച്ചന ആതിരയോട് കാര്യങ്ങളെല്ലാം തുറന്നു പറയുമ്പോൾ ആതിര പറയുകയാണ്, എനിക്കറിയാം ആ അവന്തിക തന്നെയായിരിക്കും ഇതിന്റെ എല്ലാം പിന്നില്. പക്ഷേ ആ 40 ലക്ഷം രൂപ ചേച്ചിയുടെ കയ്യിലുണ്ടെന്ന് പറയണ്ടായിരുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യുമെന്നും ആതിര ചോദിക്കുന്നു. എന്നോട് ഇങ്ങനെയൊക്കെ പറയാൻ പറഞ്ഞത് നന്ദേട്ടനാണ്. നന്ദേട്ടനും അവന്തികേട്ടത്തിയെ സംശയമുണ്ടായിരുന്നു. ആ സംശയം ഇപ്പോൾ ശരിയാവുകയും ചെയ്തു. അവര് ആരെയോ വിളിച്ച് പണത്തിന്റെ കാര്യമെല്ലാം പറയുന്നത് ഞാൻ കേട്ടു. ഒരുപക്ഷെ നാളെ പുലർച്ചയോടെ എല്ലാ കാര്യങ്ങളും കലങ്ങി തെളിയും. അതോടെ അവന്തികയുടെ അവസാനത്തെ ദിവസമായിരിക്കും നാളെ. ചേച്ചിയും നന്ദേട്ടനും വിശ്വസിക്കുന്നത് പോലെ കാര്യങ്ങളെല്ലാം നടക്കട്ടെ. പക്ഷേ ചെറിയ രീതിയിൽ ഒരു പാളിച്ച വന്നാൽ അത് എല്ലാം തകരുമെന്നും നിങ്ങൾക്ക് ഓർമ്മ വേണം. ഒക്കെ ആതിര പറയുമ്പോൾ എന്തൊക്കെയോ ചിന്തിച്ചു നിൽക്കുകയാണ് അർച്ചന. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നൈറ്റ്സ് ക്രിയേഷൻസ്.